പൊതുമേഖലാ ടെലികോം സേവനദാതാക്കളായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് തങ്ങളുടെ ജനപ്രിയ പ്രീപെയ്ഡ് പ്ലാനുകളിലൊന്നായ 197 രൂപ പ്ലാനിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. പ്ലാനിന്റെ വാലിഡിറ്റി വെട്ടിക്കുറച്ചതിനൊപ്പം ഡാറ്റ, വോയിസ് കോളിംഗ്, SMS ആനുകൂല്യങ്ങളിലും വലിയ കുറവുകൾ വരുത്തിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ കുറഞ്ഞ ചെലവിൽ സിം ആക്ടിവിറ്റി നിലനിർത്താൻ ഈ പ്ലാനിനെ ആശ്രയിച്ചിരുന്ന സാധാരണക്കാരും ചെറുകിട ഉപഭോക്താക്കളും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ്. BSNLന്റെ 197 രൂപ പ്ലാൻ മുമ്പ് ഉപഭോക്താക്കൾക്ക് ഏറെ ആകർഷകമായ ആനുകൂല്യങ്ങളാണ് നൽകിയിരുന്നത്. പ്രതിദിനം 2 GB അതിവേഗ ഡാറ്റ, പരിധിയില്ലാത്ത വോയിസ് കോളിംഗ്, ദിവസവും 100 SMS എന്നിവയായിരുന്നു ഈ പ്ലാനിന്റെ പ്രധാന സവിശേഷതകൾ. ഈ കോർ ആനുകൂല്യങ്ങൾ 15 ദിവസത്തേക്കായിരുന്നു BSNL നൽകിയിരുന്നത്. എന്നാൽ ഈ 15 ദിവസത്തെ ആനുകൂല്യങ്ങൾ തീർന്നാലും സിം കാർഡിന്റെ ആക്റ്റീവ് വാലിഡിറ്റി 70 ദിവസത്തേക്ക് നിലനിർത്താമായിരുന്നു. ഇത് BSNL സിം കാർഡ് ദീർഘകാലത്തേക്ക് സജീവമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും വളരെ കുറഞ്ഞ ഉപയോഗമുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ പ്ലാനായി മാറ്റിയിരുന്നു. ചെറിയ തുകയ്ക്ക് ദീർഘകാല വാലിഡിറ്റി ലഭിക്കുന്നു എന്നത് ഈ പ്ലാനിനെ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയങ്കരമാക്കി. പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് 197 രൂപ പ്ലാനിന്റെ ആകർഷകമായ ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഏറെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം പ്ലാനിന്റെ മൊത്തം വാലിഡിറ്റിയിലാണ്. 70 ദിവസമായിരുന്ന വാലിഡിറ്റി ഇപ്പോൾ 54 ദിവസമായി കുറച്ചു. ഇത് സിം കാർഡ് ആക്ടിവിറ്റി നിലനിർത്താൻ ഈ പ്ലാനിനെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് വലിയ നഷ്ടമാണ്. ഡാറ്റ ആനുകൂല്യങ്ങളിലും വലിയ കുറവ് വരുത്തിയിട്ടുണ്ട്. മുൻപ് പ്രതിദിനം 2 GB ഡാറ്റ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ പ്ലാനിൽ ആകെ 4 GB ഡാറ്റ മാത്രമേ ലഭിക്കൂ. അതായത് 15 ദിവസത്തേക്ക് ഏകദേശം 30 GB ഡാറ്റ ലഭിച്ചിരുന്നിടത്ത് ഇപ്പോൾ ഇത് വെറും 4 GB ആയി ചുരുങ്ങി. വോയിസ് കോളിംഗ് ആനുകൂല്യങ്ങളിലും പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് പരിധിയില്ലാത്ത വോയിസ് കോളിംഗ് ലഭ്യമായിരുന്നെങ്കിൽ പുതിയ പ്ലാനിൽ ഇപ്പോൾ 300 മിനിറ്റ് വോയിസ് കോളിംഗ് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. SMS ഉപയോഗത്തിലും കുറവുണ്ട്. ഓഫർ കാലയളവിലേക്ക് ആകെ 100 SMS മാത്രമേ ഉപഭോക്താവിന് ലഭിക്കുകയുള്ളൂ. ഈ മാറ്റങ്ങൾ സിം കാർഡ് ആക്റ്റീവായി നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്കും വളരെ പരിമിതമായ ഡാറ്റ, കോൾ ഉപയോഗമുള്ള വരിക്കാർക്കും മാത്രമേ ഇനി പ്രയോജനകരമാകൂ. മറ്റു ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടക്കച്ചവടമായി മാറും. BSNL തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ 197 രൂപ പ്ലാനിന്റെ പുതുക്കിയ വാലിഡിറ്റിയും ആനുകൂല്യങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. BSNLന്റെ ഈ നീക്കം ഉപഭോക്താക്കൾക്കിടയിൽ വലിയ നിരാശയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കുറഞ്ഞ ചെലവിൽ BSNL നെറ്റ്വർക്കിൽ സിം കാർഡ് ആക്റ്റീവായി നിലനിർത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയായി. സ്വകാര്യ ടെലികോം കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്ന BSNL വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്ലാനുകളുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് വഴി ഓരോ ഉപഭോക്താവിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. 197 രൂപ പ്ലാനിൽ വരുത്തിയ മാറ്റങ്ങൾ ഉപഭോക്താക്കളെ മറ്റു പ്ലാനുകളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചേക്കാം. ഇതേ വിലയുടെ അടുത്ത് BSNL നൽകുന്ന മറ്റൊരു പ്രീപെയ്ഡ് റീചാർജ് പ്ലാനാണ് 199 രൂപ പ്ലാൻ. 1 മാസം കൃത്യമായ വാലിഡിറ്റി ലഭിക്കുന്ന പ്ലാനാണിത്. ഈ പ്ലാനിൽ അൺലിമിറ്റഡ് വോയിസ് കോളുകളും പ്രതിദിനം 2 GB അതിവേഗ ഡാറ്റയും BSNL പ്രീപെയ്ഡ് വരിക്കാർക്ക് ആസ്വദിക്കാം. കൂടാതെ എല്ലാ ദിവസവും 100 സൗജന്യ SMS BSNL നൽകുന്നുണ്ട്. അതുകൊണ്ട് ഡാറ്റയും കോളിംഗും സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് 197 രൂപ പ്ലാനിന്റെ പുതിയ ആനുകൂല്യങ്ങളെക്കാൾ 199 രൂപ പ്ലാൻ കൂടുതൽ പ്രയോജനകരമായിരിക്കും. എന്നാൽ സിം ആക്ടിവിറ്റി മാത്രം ലക്ഷ്യം വെക്കുന്നവർക്ക് 197 രൂപ പ്ലാനിന്റെ കുറഞ്ഞ വാലിഡിറ്റി പരിമിതമായ തിരഞ്ഞെടുപ്പായി മാറും. കൂടുതൽ വാലിഡിറ്റി ആഗ്രഹിക്കുന്നവർക്ക് മറ്റുയർന്ന നിരക്കിലുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കേണ്ടി വരും. BSNL തങ്ങളുടെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സാമ്പത്തികമായി ശക്തിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളിലാണ്. എങ്കിലും ഇത്തരം പ്ലാൻ മാറ്റങ്ങൾ ഉപഭോക്താക്കളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളുമായി രംഗത്തുള്ള സാഹചര്യത്തിൽ BSNLന്റെ ഈ നീക്കം ഉപഭോക്താക്കളെ മറ്റു നെറ്റ്വർക്കുകളിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുമെന്നും ഉറ്റുനോക്കപ്പെടുന്നു.